ഹായ് എവരി വൺ, പുതിയ പരീക്ഷണങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഒരു വാട്ടർ കളർ വീഡിയോ ആണ്, എന്നാലും അതിലും ഇത്തിരി പരീക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്കെച്ച് ചെയ്യുകയാണ്. ഒരു വീടും കുറച്ച് മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു നല്ല രസമുള്ള സ്കെച്ച് തന്നെയായിരുന്നു ഇത് എന്താകും നമുക്ക് നോക്കാം. അങ്ങനെ സ്കെച്ച് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയാണ് പരീക്ഷണം തുടങ്ങുന്നത്. ഇങ്ക് പെൻ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. സീനറി കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സീനറി വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. വാവ്, എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ടില്ലേ? ഫുള്ള് കളറൊക്കെ സ്പ്രെഡായി, ഇങ്കൊക്കെ സ്പ്രെഡായി. ഞാൻ ഈ പേപ്പർ ചുരുട്ടി കളയേണ്ടി വരുമെന്ന് കരുതി. എന്നാലും അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയില്ലല്ലോ. നമുക്ക് എന്തായാലും സാരമില്ല, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഞാനിത് നല്ല സങ്കടമായിട്ടുണ്ട്. എന്നാലും തുടങ്ങിയത് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ വീണ്ടും വെള്ളം എടുത്തിട്ട് മനസ്സോടുകൂടി വാഷ് ചെയ്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. ആകെ വൃത്തികേടായി എന്ന് കരുതിയതാണ്. നമ്മളങ്ങനെ വിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ. എല്ലാം ഒരു പരീക്ഷണവും ആണല്ലോ. പക്ഷെ ഇതുപോലെ ആരും ചെയ്ത് നോക്കരുത് കേട്ടോ. നല്ല ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇത് സ്പ്രെഡായി വൃത്തികേടായി കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമാവും. ഇതുപോലെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പറ്റിയൊരു വിഡ്ഢിത്തം തന്നെയാണിത്. എന്നാലും ഞാനത് ഇവിടെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി ഈ വാഷ് ചെയ്തിട്ടുള്ള ഈ വെള്ളം കുറച്ചൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാൻ. ഇനി പതിവ് പോലെ വാട്ടർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എമറാൾഡ് ഗ്രീനാണ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്താകുമോ എന്തോ എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. എന്നാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്ത് നോക്കാം. എന്തായാലും പേപ്പർ പോയി, അതിൽ സങ്കടപ്പെട്ട കാര്യമില്ല. തെറ്റിയെ പഠിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എന്ത് ചെയ്യാണ്, കളറൊക്കെ മിക്സ് ചെയ്ത് പേപ്പറിലേക്ക് കളറ് അപ്ലൈ ചെയ്യാണ്. പിന്നെ നമ്മൾ വീടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് യെല്ലോ ഒക്കറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടി തന്നെ കളർ എടുക്കുന്നുണ്ട്. പിന്നെ സ്കാർലറ്റ് എടുത്തു, ഒരു സൈഡ് വാഷ് ചെയ്ത് കൊടുത്തു. ഇനി മരത്തിൻ്റെ ശാഖകളൊക്കെയാണ് വാഷ് ചെയ്തെടുക്കുന്നത്. ബ്രൗണാണ് എടുത്തത്. ബേർഡ്സീന ബേണമ്പറാണ് എടുത്തത്. ഇങ്ങനെ ഇപ്പോൾ ചെയ്യുമ്പം അത് ചിത്രം രക്ഷപ്പെടും എന്നുള്ള ചെറിയൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇനി ആ ഗ്രാസൊക്കെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. എമറാൾഡ് ഗ്രീനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ലെമൺ യെല്ലോവും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാപ്പ് ഗ്രീനും വെരീഡിയൻ ഹ്യൂ ഒക്കെ ഇടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ നിറഞ്ഞിട്ടുള്ളൊരു സീനറി ആയതുകൊണ്ട് തന്നെ കൂടുതലായും ഗ്രീനിൻ്റെ ഷെയ്ഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്കാർലറ്റും ബേണമ്പറൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് ആ മരത്തിൻ്റെ ചില്ലകൾക്കൊക്കെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഭാഗത്തൊക്കെ യെല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം ഒരു ഭംഗി വരുന്നത് പോലെ തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണോ, അല്ല ഇത് വർക്ക് നന്നായിട്ടുണ്ടോ, അല്ലെ പൂർണ്ണമായും മോശമായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. വാട്ടർ കളർ ഞാൻ എന്ത് ചെയ്താലും എനിക്കതൊരു പരീക്ഷണം മാത്രമാണ്. ഞാനിതിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ബ്ലൂവും ചേർത്തിട്ടുണ്ട്. അത് ഏകദേശം ഒപ്പേക്ക് ആയിട്ടുണ്ടത്. ഇനി ആ മരത്തിൻ്റെ ഇലകളൊക്കെ കളർ ചെയ്ത് കൊടുക്കണം. അതിന് സ്കാർലറ്റും പിന്നെ ബേർഡ്സീനയും വളരെ ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ റോ അമ്പറും ഇടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
വാഷ് ചെയ്യുന്നില്ല, ജസ്റ്റ് കളറ് ടച്ച് ചെയ്ത് കൊടുക്കുകയേ ചെയ്യുന്നുള്ളൂ. കാരണം ഓൾറെഡി പേപ്പർ വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അവിടെയായിട്ട് യെല്ലോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോയി അല്ലെങ്കിൽ ഒരു പാളിച്ച പറ്റി എന്നുണ്ടെങ്കിൽ അതവിടെ ഉപേക്ഷിക്കരുത്. മാക്സിമം അത് നന്നാക്കി ചെയ്യാൻ നോക്കുക. തീരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വർക്ക് മാറ്റേണ്ടതുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച വർക്ക് എന്ത് ചെയ്യാം, വേറൊരു പേപ്പറിൽ ചെയ്ത് എന്തായാലും ഒരു വർക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. എത്ര തെറ്റുന്നോ അത്രയും നമ്മൾ പഠിക്കും. തെറ്റിപ്പോകുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കുറേ തെറ്റുകൾ തിരുത്താൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് വാട്ടർ കളറിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വൈറ്റൊന്നും അപ്ലൈ ചെയ്യാറില്ല പൊതുവെ. ഇത് ഞാൻ എന്തായാലും ഇങ്ക് സ്പ്രെഡ് ചെയ്തപ്പോൾ ആകെ കളർ പോയ ഭാഗത്ത് ഇത്തിരി വൈറ്റൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം നമ്മളെ വർക്ക് ഫിനിഷ് ആവാനായിട്ടുണ്ട്. എന്നാലും എന്തൊരു ഭംഗിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ വർക്ക് കാണുമ്പോഴേ. ഇങ്ക് സ്പ്രെഡായ സമയത്ത് ഈ വർക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടില്ലായിരുന്നു. അതെന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ തോന്നിയത് നല്ലൊരു കാര്യമായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള മരങ്ങളിൽ കൂടുതലായിട്ടും എമറാൾഡ് ഗ്രീനാണ് അപ്ലൈ ചെയ്തത്. അതേപോലെ തന്നെ ഗാംബോജി എടുത്തിട്ടുണ്ട്, സാപ്പ് ഗ്രീൻ എടുത്തിട്ടുണ്ട്, മരത്തടിക്ക് ബേൺ അമ്പറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഏറെക്കുറെ നമ്മളെ പെയിൻറ്റിങ് ഇവിടെ കഴിയാറായിട്ടുണ്ട്. തുടക്കക്കാരായ ആൾക്കാരാണെങ്കിൽ ഇതേപോലെ വാട്ടർ കളർ ചെയ്ത് പഠിക്കുമ്പോൾ വെള്ളം എടുക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കണം. എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. ഇതിപ്പോൾ ക്യാൻസൺ പേപ്പർ ആയതുകൊണ്ട് തന്നെ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ കിട്ടുന്നത്. വേറെ ഏതെങ്കിലും പേപ്പറാണെങ്കിൽ ഇതേപോലെ കിട്ടില്ല, കാരണം ഇത് ഒരുപാട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ വാട്ടർ കളർ പെയിൻറ്റിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നാലും നമ്മളെ വർക്ക് ഇവിടെ കഴിയുന്നില്ല. ഇനിയാണ് ബാക്കി പരിപാടി ഉള്ളത്. ഇത് ഞാൻ ഡോംസിൻ്റെ വാട്ടർ കളർ പെൻസിൽ എടുത്തിട്ട് ആ പെയിൻറ്റ് ചെയ്ത നനവുള്ള ഭാഗത്ത് തന്നെ വരച്ചു കൊടുക്കുകയാണ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടി. ഡാർക്ക് വേണ്ട ഭാഗങ്ങളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ പെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ ചെറുങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ബ്ലാക്കാണ് മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രാസൊക്കെ ഒന്ന് കറുപ്പിച്ചെടുക്കുന്നുണ്ട്. പൊതുവേ വാട്ടർ കളറിന് ബ്ലാക്കും വൈറ്റ് ഉപയോഗിക്കാറില്ല. ഇപ്പം എന്തായാലും നമ്മൾ പാളിപ്പോയി, അപ്പം നമുക്കതൊരു ക്രിയേറ്റീവായിട്ടൊരു വർക്കാക്കി എടുക്കാം, അത്രയേ ഉള്ളൂ. ബ്ലാക്ക് വെച്ചിട്ട് ചെറുങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കൊണ്ടുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ റെഡാണ് എടുത്തിരിക്കുന്നത്. റെഡ് ഉപയോഗിച്ചുകൊണ്ട് ആ മരങ്ങളുടെ ഇലകളൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വയലറ്റ് പെൻസിൽ എടുത്തുകൊണ്ട് ആ നടപ്പാത ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു നിഴൽ പോലെ തോന്നിക്കാൻ വേണ്ടിയാണ്. നല്ല നനവുണ്ട്, ഇപ്പം വാഷ് ചെയ്ത പാടുള്ളതാണ്. പക്ഷെ എന്നാലും അതുകൊണ്ടാണ് ആ ഒരു ഭംഗി കിട്ടിയത്. ഡ്രൈ ആയിട്ടുള്ള പേപ്പറിലാണ് ചെയ്തതെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഫൈനൽ റിസൾട്ട് ഇതാണ്. പുതിയ പരീക്ഷണങ്ങളായി വീണ്ടും കാണാം.